ഇടുക്കി പീരുമേട്ടിലെ തൊഴിലാളി ലയങ്ങളുടെ ശോചനീയാവസ്ഥ അടുത്ത മഴക്കാലത്തിന് മുൻപും പരിഹരിക്കപ്പെട്ടില്ല. പതിറ്റാണ്ടുകളായി പേരിന് പോലും അറ്റകുറ്റപ്പണികൾ നടത്താത്ത നിരവധി ലയങ്ങളാണ് മേഖലയിലുള്ളത്. ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങളിലെ ലയങ്ങളിൽ കഴിയുന്നവരാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. ഓരോ മഴക്കാലത്തിനോടനുബന്ധിച്ചും ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ചേരാറുണ്ട്. നവീകരണം അടിയന്തരമായി നടപ്പിലാക്കുമെന്ന് ഓരോ വർഷവും പ്രഖ്യാപിക്കും. എന്നാൽ പേരിന് പോലും നടപടികൾ ഉണ്ടാവില്ല. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും ഏതു നിമിഷവും തകരാവുന്ന ഭിത്തിയും നോക്കി നെടുവീർപ്പിട്ടാണ് ഓരോ മഴക്കാലവും പീരുമേട്ടിലെ ഈ തൊഴിലാളികൾ തള്ളി നീക്കുന്നത്. ഓട് മേലെ കുറെ ഒഴുകു, പിന്നെ ബാത്റൂം ഉപയോഗിച്ചാൽ ബാത്റൂമിലെ ഒഴുക്കൾ മൊത്തം സിമെന്റ് ഇല്ലാമ മണലില്ല அப்படின்னு சொல்லிடுறாங்க. പിന്നെ பிளாஸ்டிக் விரிச்சு தான் அங்கே எதுனாலும் பாத்திரம் இதை வச்சு தண்ணி பிடிக்க வேண்டியிருக்கும் ஓட்டில். இன்னும் கதவு போடணும்னா கதவு கட்டல் இல்லை, கதவு இல்லை. இதான் அவங்க பேச்சு. தொழிலாளிக்கு எதுவும் நல்ல ரீதி செய்யணுங்கிறது இல்லை. கம்பெனியில் வேலை செஞ்சால் போதும். அவங்களுக்கு உளுந்து எடுத்து கொடுக்கணும், வேலை செய்யணும், வேலைக்கு போகணும். வெளியில் எங்கேயும் வேலைக்கு போகக்கூடாது, கரெக்டாக வேலைக்கு போகணும். அதில் லீவ் எடுத்தாச்சுன்னா நோட்டீஸ். கம்பெனி കാര്യത്തിൽ കറക്റ്റാக இருக்குது, ஆனால் തൊഴിലാളി കാര്യത്തിൽ அவங்க ഒന്നും ചെയ്തിട്ടില്ല. ഇടുക്കിയിൽ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന 10,000കണക്കിന് കുടുംബങ്ങൾക്കും പലർക്കും ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ല. ലയങ്ങളിലെ ഇടുങ്ങിയ സാഹചര്യങ്ങളിലാണ് ഇവർ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. വയോധികരും കൊച്ചുകുട്ടികളും അടക്കമുള്ളവർ ഏതു നിമിഷവും തകരാവുന്ന ഇടുങ്ങിയ മുറികളിലാണ് കഴിയുന്നത്. വാഗ്ദാനങ്ങൾ മാത്രം നൽകാതെ ലയങ്ങളുടെ നവീകരണത്തിനും പുനർനിർമ്മാണത്തിനുമായി പ്രത്യേക പാക്കേജുകൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാണോമെന്നാണ് ഈ തൊഴിലാളികളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.